ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുണർത്തി യുവാക്കളുടെ കൂട്ടായ്മ ഈദുൽ ഫിത്തർ ദിനത്തിൽ 1000 പേർക്ക് ബിരിയാണി വിളമ്പി കൂട്ടായ്മ മാതൃകയായി. വട്ടിയൂർക്കാവ് CPT ജംഗ്ഷൻ പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് CPT ജംഗ്ഷനിൽ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഈദുൽ ഫിത്തർ ദിനത്തിൽ സൽക്കാരം നടത്തിയത്. ആദ്യത്തെ സംരംഭമാണിത്. അത് നല്ലൊരു റംസാൻ ദിനമാണ്. എല്ലാവർക്കും റംസാൻ ദിന ആശംസകൾ നേരുന്നു. നമ്മുടെ അംഗങ്ങളുടെ എല്ലാം പ്രത്യേക താല്പര്യപ്രകാരം ആദ്യത്തെ ഉത്സവം വന്നത് റംസാനാണ്. ആ റംസാൻ നല്ല രീതിയിൽ രാഷ്ട്രീയ, ജാതി, മത, ലിംഗഭേദമന്യേ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു നല്ല ഒരു ഉച്ചയ്ക്ക് നമ്മൾ സൗഹാർദ്ദപരമായി എല്ലാവരും കൂടെ ഒത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും കുടുംബപരമായിട്ടാണ് എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ളവരെയും എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു റംസാൻ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയമുള്ള പൗരസമിതി അംഗങ്ങളെ, നാട്ടുകാരെ, ഒരു മാസത്തെ കഠിനമായ വ്രതത്തിന് ശേഷം സംജാതമായിരിക്കുന്ന ഈ ചെറിയ പെരുന്നാളിന് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജ് പൗരസമിതിയുടെ ഒരു വിരുന്ന് സൽക്കാരം ഇന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ നടത്തുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു നല്ല നാളേക്ക് വേണ്ടി എല്ലാ മതവിഭാഗത്തിലും ജാതിയിലും ഉൾപ്പെട്ട ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിരുന്ന് സൽക്കാരം നൽകുകയാണ്. ഈ വിരുന്ന് സൽക്കാരത്തിനെത്തിയ നാട്ടുകാരെയും അംഗങ്ങളെയും ഹാർദവമായി പൗരസമിതിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആദ്യത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഉത്സവമാണ്. ഈ ഉത്സവം റംസാനാണ്. ആ റംസാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരിസരത്തുള്ള മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിപുലമായ നല്ലൊരു ഭക്ഷണം വിരുന്ന് സർക്കാരും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പൗരസമിതിയിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി കാണുന്നു. അതിന് ഈ പൗരസമിതിയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ അറിയിച്ചു നടത്തുന്നു. 1000 നാട്ടുകാർക്ക് ബിരിയാണിയും മുട്ട പുഴുങ്ങിയതും അച്ചാർ, സലാഡ്, പപ്പടം, ഐസ്ക്രീം എന്നിവയും അടങ്ങിയതായിരുന്നു ഭക്ഷണം. ചെറുപ്പക്കാരുടെ ആശയത്തിൽ തുടക്കം കുറിച്ച സംരംഭം തുടർന്നു വരുന്ന ക്രിസ്മസ്, ഓണം, വിശേഷ ദിവസങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. പ്രദേശത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തന ലക്ഷ്യം. ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപറ്റം ചെറുപ്പക്കാരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തലസ്ഥാന വാർത്തകൾ, തിരുവനന്തപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.